മോർണിംഗ് ഷോയിൽ ഇനി അതിഥികൾക്കുള്ള സമയമാണ്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് AV ഫർദീസാണ്. മലയാളത്തിന്റെ അനശ്വര നടൻ KP ഉമ്മറിന്റെ ഉമ്മർ വിടവാങ്ങിയിട്ട് 15 വർഷം പൂർത്തിയാവുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു അകന്ന ബന്ധുവും അദ്ദേഹത്തിന്റെ ഒരു കാലത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറിപ്പുകളെല്ലാം ചേർത്ത് സമാഹരിച്ച് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഫർദീസ് തന്നെയാണ് ഈ ദിനത്തിൽ ഏറ്റവും അനുയോജ്യനായ അതിഥി എന്നും തോന്നുന്നു. സ്വാഗതം ഫർദീസ് മോർണിംഗ് ഷോയിലേക്ക്. ആദ്യം തന്നെ എങ്ങനെയാണ് ഇതൊരു വലിയൊരു ഉദ്യമം തന്നെയാണ്, കാരണം പല ഘട്ടങ്ങളിലായി എഴുതിയ കുറിപ്പുകളാണ്, പല കാലഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം എങ്ങനെയാണ് ക്രോഡീകരിച്ചൊരു പുസ്തകം എന്നുള്ള നിലയിലേക്ക് എത്തിച്ചത്? എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം വന്നത്? അതൊരു പുസ്തകം എന്നുള്ളതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ സമയത്ത് ഇതെല്ലാം കൂടി ഒരു കമ്പൈൽ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു, ആശയമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അത് പിന്നീട് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം പിന്നെ പുള്ളിൻ്റെ ഓർമ്മകൾ ഇതിൽ വരുന്നത് കൊണ്ട് ഇത് ഒരു പുസ്തകമാക്കി മാറ്റാം എന്നുള്ള അഭിപ്രായം വന്നു. അങ്ങനെ പിന്നെ പുള്ളി പറഞ്ഞു, അത് അങ്ങനെയാണെങ്കിൽ നീ തന്നെ ഇതിന് താല്പര്യം എടുക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള. അങ്ങനെയാണ് ഇത് ഒരു പുസ്തകം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം ഇത് സംസാരിച്ച് ഇത് ചെയ്യാമെന്നായിരുന്നു, അതായത് ഞാൻ എഴുതുന്ന ഒരു രീതിയിൽ. പിന്നീട് രണ്ടാമത് ഇത് തോന്നി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ ഇത് പിന്നെ ആ ഒരു ശൈലിയിൽ തന്നെ പിന്നെ നമ്മൾ എഴുതുന്നതിലുപരി അദ്ദേഹം പറയുന്ന ഒരു കുറേ ലേഖനങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും അതേ ശൈലിയിൽ തന്നെ അദ്ദേഹം പറയുന്നത് നമ്മൾ എഴുതിയെടുത്തിട്ട് ആ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നീട് ഭയങ്കര താല്പര്യമായിരുന്നു പുള്ളിക്ക് ഈ പുസ്തകം ഇറങ്ങാനുണ്ട്. പക്ഷേ എന്താ കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് പുസ്തകം ഇറങ്ങില്ല എന്നുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു. അതെന്ന് കഴിഞ്ഞാൽ ഒന്ന് പ്രസാധകരെ കിട്ടാത്ത ഒരു പ്രശ്നമായിരുന്നു. ഇത് DC KK മുറിയായിരുന്നു. പിന്നെ എന്താ ഈ പുള്ളിയോട് മുമ്പ് കുറേ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇത് പറഞ്ഞു, ഉമ്മർ ഈ ലേഖനങ്ങളെല്ലാം പല ചന്ദ്രിക വീക്കിലി പോലുള്ളവയിൽ കണ്ട സമയത്ത് ഇത് ഉമ്മർ പുസ്തകമാക്കണം, ഞാൻ പബ്ലിഷ് ചെയ്തോളാം. പക്ഷേ ഞാൻ കമ്പയിലായപ്പം DCയോടെല്ലാം പുതിയ ആളുകളോടെല്ലാം ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അവരൊന്നും വലിയ താല്പര്യം, പ്രത്യേകിച്ച് എന്താ കഴിഞ്ഞാൽ ഒരു 15 കൊല്ലം മുന്നേ ഈ ഇത്രത്തോളം സിനിമാ പുസ്തകങ്ങൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന ഒരു പതിവൊന്നും ഇല്ല. ഇപ്പം അതിന് ശേഷമാണ് തിരക്കഥകൾ എന്താ സിനിമ ഇറങ്ങിയ പാട് തിരക്കഥ പബ്ലിഷ് ചെയ്യുന്നൊരു ശൈലിയാണ്. അപ്പം മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായിരിക്കാം. പിന്നീട് എന്താ ഒരു കോഴിക്കോട്ടെ ഒരു പ്രസാധകനോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, പിന്നെ ഇതിൻ്റെ പേപ്പറിൻ്റെ പൈസ തരാണെങ്കിൽ. അപ്പം ഞാനത് ഉമ്മർക്ക് തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, എന്താ ഈ എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്ത് ലോകത്ത് ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല, പൈസ ഇല്ല എനിക്കല്ല, അത് വേണ്ട, അങ്ങനത്തെ ഒരു ഇത് വേണം. പിന്നീട് അത് നമ്മൾ വേറൊരു ചെറിയ പ്രസാധകന് ഓറഞ്ച് നിറഞ്ഞ് പുള്ളി DTP എല്ലാം ചെയ്തു വെച്ചു. അപ്പം ആ പ്രസാധന സ്ഥാപനം പൂട്ടിപ്പോയി. അങ്ങനെയാണ് KEN ഈ വിഷയം അറിയുന്നത്. KEN ആണ് ചിന്ത, താല്പര്യമുണ്ടാവും, ചിന്ത, അങ്ങനത്തെ വിഷയങ്ങൾ. അങ്ങനെയാണത് ഇറങ്ങുന്നത്, പുസ്തകം ഇറങ്ങുന്നത് 2012. അപ്പോൾ ഈ പറഞ്ഞതുപോലത്തെ ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു അല്ലേ ശരിക്കും ഈ പുസ്തകം ഇറക്കാൻ വേണ്ടി? അദ്ദേഹം ജീവിച്ചിരിക്കുന്ന നാളുകളിൽ തന്നെ ആഗ്രഹിച്ചതായിരുന്നു ഇത്തരത്തിലൊരു പുസ്തകം ഇറങ്ങണം എന്നുള്ളൊരു കാര്യം. എന്നാൽ 2012 വരെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ KP ഉമ്മർ എന്നുള്ള നടനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കേവലം ഒരു നടൻ മാത്രമായിരുന്നില്ല, കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള, ഒരുപാട് വായിച്ചിരുന്ന അത്തരത്തിൽ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അദ്ദേഹം നേരത്തെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകത്തിൽ. ഒപ്പം പുതുതായി അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ ഇതുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് എഴുതിയതെന്നും പറഞ്ഞു. അപ്പോൾ ആ എഴുത്തിനെ ക്രോഡീകരിക്കുക, അദ്ദേഹത്തിന്റെ എഴുത്തിന് നമ്മൾ എഡിറ്റർ ആയിരിക്കുക എന്ന് പറയുന്ന, എങ്ങനെയായിരുന്നു അത്? എത്രമാത്രം എളുപ്പമുള്ള ഒരു സംഗതിയായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഒരു ഫീൽ? അത് ഒന്ന് ഇതിൻ്റെ ഒരു ഓർഡർ മാറ്റുക എന്നുള്ള ഒരു വിഷയമാണ് പ്രധാനമായിരുന്നു. അതായത് പിന്നെ ഈ ഒരു പുസ്തകം ഇതിലേക്ക് കൊണ്ടുവരാം. പിന്നെ ചില ശൈലികളും മറ്റും ഒരു യൂണിഫോമാലിറ്റി വരുത്തുക എന്നുള്ള വിഷയം ഇതായിട്ട് വന്നിട്ടുള്ളൂ. എനിക്ക് ഇതിൽ കാര്യമായിട്ട് ചെയ്യാൻ. പിന്നെ ചിലത് നമ്മൾ കേട്ട് എഴുതിയിട്ട് പുള്ളി പറയുന്ന പോലെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ രചനാ സംബന്ധമായിട്ട് മൂന്ന് ഇതായിട്ട് വന്നത്. പിന്നെ ഈ ഇത്തരം ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ പല പ്രസിദ്ധീകരണങ്ങളും ഇത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു പുള്ളി എഴുതിയതിൻ്റെ എല്ലാം പകുതി, പിന്നെ നമ്മൾ സംസാരിച്ചതിൻ്റെ കുറേ ഭാഗങ്ങളും മാത്രമേ അതാക്കി. ഇനിയിപ്പോൾ എന്താ ഈ ചെറുകഥകൾ മുമ്പ് ഒരു പുസ്തകമാക്കി ഇറക്കിയിരുന്നു. അതേപോലെ ഇനിയൊരു 10-15 ചെറുകഥകൾ
നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ പ്രസാധകർ വലിയ താല്പര്യമൊന്നും മുമ്പ് ചോദിച്ചപ്പോൾ കാണിക്കാത്തതുകൊണ്ട് അതങ്ങനെ പിന്നെ പബ്ലിഷ് ചെയ്യാതെ ഇതായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് എന്താ ഭാഷയുള്ള ഒരു സിനിമാ നടൻ, ഇത്രത്തോളം ചെറുകഥകൾ എഴുതിയിട്ടുള്ള ഒരു സിനിമാ നടൻ കാലത്ത് ഇപ്പം പിന്നെ പുതിയ തലമുറയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും, വേറൊരാൾ ഇല്ലായിരുന്നു. അതും ചെറുകഥകൾ കറണ്ടായിട്ട് നമ്മൾ ഈ വെറുതെ ഒരു അനുഭവം വിവരണം എഴുതിയത് പോലല്ല ശരിക്കും അതിൻ്റെ ഒരു പിന്നെ എന്താ അന്ന് വന്നിരുന്ന ചെറുകഥകൾ ഇപ്പം നക്സലൈറ്റിൻ്റെ സ്വാധീനമെല്ലാം ഉള്ള കഥകളെല്ലാം ഒരു കഥ ഉണ്ട്. അതെല്ലാം ശരിക്കും അതിൻ്റെ ക്രാഫ്റ്റ് ഒത്തിട്ടുള്ള നല്ല വ്യക്തമായിട്ടുള്ള ഒരു ചെറുകഥ ഇതിലില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്. അത് മാധ്യമ വീക്കെൻഡോ മറ്റേ കേരള കൗമുദിയായിട്ടാണ് വന്നത്. ഇതിൽ വന്നിരിക്കുന്ന കുറിപ്പുകളെല്ലാം നേരത്തെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച് വന്നവ തന്നെയാണ്. കുറെ ഇത് വന്നിട്ട് അല്ലാത്ത ഏതെങ്കിലും പുതിയതായിട്ട് ഏതെങ്കിലും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹമായിട്ടുള്ള അടുപ്പം ആ വഴിക്ക് ഏതെങ്കിലും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഈ സ്റ്റണ്ട് രംഗത്തെ കുറിച്ചുള്ള ഈ സിനിമയിലെ സ്റ്റണ്ട് രംഗത്തെ കുറിച്ചുള്ള അതെല്ലാം പിന്നീട് എന്താ കഴിഞ്ഞാൽ അത് പുള്ളി ഭയങ്കരമായിട്ട് ജീവിതത്തിൽ പേടിച്ചൊരു ഈ സന്ദർഭമായിരുന്നു. അതായത് ഈ റോപ്പ് വേല് സ്റ്റണ്ട് അത് മറിഞ്ഞ് ശരിക്കും അതിൻ്റെ ശേഷം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുന്നേറ്റം ജയൻ ആ സമയത്തും അതിന് മുന്നേ ആ സമയത്തേറ്റാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെമ്പോ നിൽക്കുന്ന സമയത്താണ് ഈ റോപ്പ് വേലുള്ള സ്റ്റണ്ട് രംഗത്ത് അത് മറിഞ്ഞ് വീഴാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് ഈ ജയൻ്റെ അനുഭവം പിന്നീടാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് വന്ന ഒരു സന്ദർഭമായിരുന്നു. ഈ പറഞ്ഞതുപോലെ സിനിമാക്കാരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ സാധാരണക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരുടെ സ്വകാര്യ ജീവിതം എന്താണ്, അല്ലെങ്കിൽ അവരുടെ സിനിമാ നടൻ എന്നുള്ള അത്തരത്തിലുള്ള ജീവിതം എന്താണ്, അവരുടെ ലൊക്കേഷനുകളെ കുറിച്ച് അറിയാൻ അത്തരത്തിലുള്ളൊരു താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എന്നിട്ട് പോലും ഈ പുസ്തകം ഇത്രയും താമസിച്ചു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. 2012 ഈ പുസ്തകം പുറത്തിറങ്ങിയതിന് ശേഷം എങ്ങനെയായിരുന്നു പുസ്തകത്തോടുള്ള ഒരു പ്രതികരണം വായനക്കാർക്ക്? പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ കാലിക്കറ്റിലാണ് എനിക്ക് ചിന്തൻ്റെ ഇതിൽ പല സമയത്ത് പോയപ്പോൾ പുസ്തകം അവൈലബിൾ അല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പലരും കണ്ടിട്ടെല്ലാം ഉണ്ട് പൊതുവെ. പക്ഷേ ഈ കണ്ട ആളുകളെല്ലാം നല്ല, പ്രത്യേകിച്ച് ഇത് പ്രകാശനം ചെയ്ത് രഞ്ജിത്തായിരുന്നു. അപ്പോൾ രഞ്ജിത്തിന് ഈ കേട്ടെഴുത്ത് ശൈലി അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ ചെയ്തത് നന്നായി എന്നായിരുന്നു പുള്ളി അന്ന് പ്രകാശനത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഒരു അവസ്ഥ. അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായൊരു കോഴിക്കോടുകാരനായിരുന്നിട്ട് പോലും സിനിമയിൽ അത് പ്രയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഷയ്ക്കും അദ്ദേഹത്തിന്റെ സംസാര ശൈലിക്കും ഒരു പ്രത്യേകത തന്നെ ഉണ്ടായിരുന്നു ഓരോ കഥാപാത്രത്തിനും. പക്ഷേ അത് ഒരു വ്യത്യാസമായിരിക്കും അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ഭാഷയ്ക്കുള്ള ഒരു പ്രത്യേകതയും എടുത്തു പറയേണ്ട ഒരു കാര്യമായിരിക്കും എഴുത്തിൽ സിമ്പിളായിട്ടാണ് പുള്ളി കൈകാര്യം ചെയ്യുന്നത്, എഴുതിയിരുന്നത്. ചെറിയ ചെറിയ വാചകങ്ങളിൽ ലളിതമായിട്ട് അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമയിലാകുന്ന സമയത്ത് ഈ സാഹിത്യ ഭംഗി കൂടിയ രാധേ എന്നെല്ലാം പറഞ്ഞാൽ അത് അങ്ങനെ. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയ നേരിട്ട് സംസാരിക്കുമ്പോഴും അങ്ങനെ ഒരു ശൈലിയിൽ പലപ്പോഴും സംസാരം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു പിന്നെ അത് പൊതുവെ അന്ന് കെ പി ഉമ്മറിനെ കുറിച്ച് കെ പി ഉമ്മറിന് ഭയങ്കര തലക്കനമാണ് എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ പിന്നെ അത് ചില സമയത്ത് വേണ്ടി വരും, അതെനിക്കറിയാത്തതുകൊണ്ടാണ്, ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ എന്നോട് ഭയങ്കര മിംഗ്ലിംഗ് ആയിരുന്നു വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച്. അങ്ങനെ ഞാനും പിന്നെ മുഖം കൂടിയാണ് ഇവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അന്ന് മറ്റേ ഈ സുൽത്താൻ വീടിൻ്റെ സീരിയലിൽ ആജിയരായി ഭാഷ അവിടെ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ എത്തിയപാട് ഇതേമാതിരി പുള്ളി പറഞ്ഞപ്പോൾ പുള്ളി നേരെ മാറി. ഞാൻ സെക്കൻഡ് ക്ലാസ്സിലാണ്, പുള്ളി ഫസ്റ്റ് ക്ലാസ്സിലാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി കണ്ട് ഞാൻ പോട്ടെ എന്ന് ചോദിക്കാൻ പോകുമ്പോൾ ഭയങ്കര ഫോർമൽ ഇതായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇതെന്താ വെച്ചാൽ പിന്നെ അവർ ബോധപൂർവം തന്നെ ചെയ്യുക എന്നിട്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് പലരോടും പല ആംഗിളിൽ നിന്ന് കഴിഞ്ഞാലേ ഈ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, മറ്റേത് ഞങ്ങളെ തലേ കയറിക്കളും എന്ന്. ഒരു കുടുംബത്തോട് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ബന്ധു കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു അടുപ്പം കൂടി അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ ബന്ധു ആയാലും ഞാൻ ഇതിനു വേണ്ടി പോയ സമയത്താണ് കൂടുതൽ. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമാ നടനെ അടുത്തറിയാം നമ്മളെ ബന്ധത്തിലുണ്ടെങ്കിലും, പക്ഷേ അത് അടുത്തറിയുമ്പോഴാണ് ഉള്ളിൽ ഉള്ള ഉമ്മറല്ല പുറത്ത്. അത് ശരിക്കും എല്ലാ അർത്ഥത്തിലും ഒരു നടനായിരുന്നു കെ പി ഉമ്മർ എന്നുള്ള
വ്യക്തി. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സിനിമക്കാരെ കുറിച്ച് ഉള്ള പുസ്തകങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, അവരെഴുതിയ കഥകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായ ഒരു കൂട്ടം ചെറുകഥകൾ, അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തിൽ അത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അത് പബ്ലിഷ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു വായനക്കാരും ഉണ്ടാകും, ആ ചെറുകഥകൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുകഥകളുണ്ടായി. ഇനി ഒരുപക്ഷെ താങ്കളുടെ ശ്രമം അതിലേക്കായിരിക്കും. അതെന്തായാലും വിജയിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. അത്തരത്തിലൊരു ആഗ്രഹം നടക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. വളരെ സന്തോഷം, ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങളോടൊപ്പം അതിഥിയായി പങ്കെടുത്തു. പുസ്തകത്തെ പറ്റി, അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവച്ചതിൽ വളരെ സന്തോഷം. നന്ദി. താങ്ക്സ്.